എല്ലാ വർഷവും ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. അത് ഓണോ ക്രിസ്മസോ ഒന്നുമല്ല, എൻ്റെ സ്വന്തം ബർത്ത്ഡേ ആയ സെപ്റ്റംബർ 7 ആണ്. അതുകൊണ്ട് തന്നെ കുറേ വർഷങ്ങളായിട്ട് അന്നത്തെ ദിവസം വേറെ കമ്മിറ്റ്മെന്റ്സ് ഒന്നും വെക്കാതെ എനിക്ക് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യാൻ ഞാൻ മാക്സിമം നോക്കാറുണ്ട്. പിന്നെ ജോലി സ്ഥലത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു വെക്കും സെപ്റ്റംബർ 7 ഞാൻ അവൈലബിൾ ആയിരിക്കില്ല. ഒരു പ്രത്യേക ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം ബർത്ത്ഡേനെ കുറിച്ച് അധികം കെയർ ചെയ്യാത്ത കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്താന്ന് എനിക്കറിയാൻ പാടില്ല, 25 വയസ്സായിട്ടും എനിക്ക് ആ പഴയ എക്സൈറ്റ്മെന്റിനൊന്നും ഒരു കുറവുമില്ല. ദേ ഇതൊക്കെ എനിക്ക് ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് ആട്ടോ. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്ന ഒരു സംഭവം ഇത് തന്നെയായിരുന്നു. നാട്ടിലായിരുന്നപ്പം എൻ്റെ ബർത്ത്ഡേക്ക് ഇനീഷ്യേറ്റീവ് എടുത്ത് ആഘോഷിക്കാൻ എൻ്റെ പപ്പയും മമ്മിയും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പുറം രാജ്യത്ത് വന്ന് എല്ലാവരും അവനവൻ്റെ ലൈഫുമായിട്ട് ഓടുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ബർത്ത്ഡേ നീ ഓർത്തിരുന്ന് ആഘോഷിക്കണം എന്നൊക്കെ നമുക്കാരെയും ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ബർത്ത്ഡേ മറന്നുപോയെങ്കിൽ തന്നെ ആരെയും ബ്ലെയിം ചെയ്തിട്ടും ഒരു കാര്യമില്ല. പക്ഷേ സോ ഫാർ ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാവരും എൻ്റെ ബർത്ത്ഡേ ഓർത്തിരുന്ന് സെലിബ്രേറ്റ് ചെയ്യാറുള്ള ആൾക്കാരാണ് കേട്ടോ. കാര്യം എനിക്കിതൊക്കെ ഭയങ്കര ബിഗ് ഡീൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആരും എൻ്റെ ബർത്ത്ഡേ മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സാൻഡ്ര സജീവൻ സെപ്റ്റംബർ 7 ഇങ്ങനൊരു എസ് കോഡ് ഓർത്തിരുന്നാൽ മതി എന്നൊക്കെ ആൾക്കാരെ പറഞ്ഞു പഠിപ്പിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ഞാനൊരു പരിധി വരെ എല്ലാവരുടെയും ബർത്ത്ഡേ ഓർത്തിരുന്ന് വിഷ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുന്ന ഒരാളാണ്. മേ ബി അതുകൊണ്ടായിരിക്കാം ഏതൊക്കെയോ പോയിന്റിലും ഞാനും അത് തിരിച്ച് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേയും ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു നല്ല ബർത്ത്ഡേ ആയിരുന്നു. കേക്കൊക്കെ കട്ട് ചെയ്തു, നല്ല ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അടിപൊളി ഗിഫ്റ്റ്സ് ഒക്കെ എനിക്ക് കിട്ടി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പള്ളിയിലൊക്കെ പോയി കുറേ നേരം ഇരുന്ന് സമാധാനമായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ 25th ചാപ്റ്റർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. എൻ്റെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചാപ്റ്റർ ആവട്ടെ ഇതെന്ന് ഞാൻ എനിക്ക് തന്നെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് ടൈം കാണാം. ടിൽ ദെൻ ബൈ.